ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ ബാറ്ററിയിൽ വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ബാറ്ററിയിൽ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്ന ടിപ്സാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഐഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ജനറൽ എന്ന് കാണാം. ഈ ജനറൽ ക്ലിക്ക് ചെയ്യുക. ജനറൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ അക്സസിബിലിറ്റി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അക്സസിബിലിറ്റി നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. അതിൽ മോഷൻ എന്ന് കാണാം. ഈ മോഷൻ ക്ലിക്ക് ചെയ്യുക. മോഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓട്ടോ പ്ലേ മെസ്സേജ് എഫക്റ്റ് അത് ഓഫ് ചെയ്യുക. ഓട്ടോ പ്ലേ ആനിമേഷൻ മെസ്സേജ് അത് ഓഫ് ചെയ്യുക. ഓട്ടോ പ്ലേ വീഡിയോ പറയും. ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ സെറ്റിങ്സിൽ മൂന്നാമതായിട്ട് സെറ്റിങ്സിൽ പ്രൈവസി എന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൈവസി എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൊക്കേഷൻ സർവീസ് എന്ന് കാണാം. ഈ ലൊക്കേഷൻ സർവീസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം സർവീസ് എന്ന് കാണാം. ഈ സിസ്റ്റം സർവീസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലേർട്ട് ഷോർട്ട് ഓട്ടോമാറ്റിക് എന്നുള്ളത് നിങ്ങൾ ഓഫ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഒരു ഓപ്ഷൻ കാണാം. ഇത് നിങ്ങൾ ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഐഫോൺ അനാലിസിസ് ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സിൽ നിങ്ങൾക്ക് കാണാം ഫ്രീ ആൻഡ് സെർച്ച് എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഷോ ആൻഡ് സജസ്റ്റഡ് കാണാം. അതുപോലെ തന്നെ ഷോ ആൻഡ് റീസെൻ്റ് എന്ന് കാണാം. ഷോ ആൻഡ് ലുക്കപ്പ് എന്ന് കാണാം. ഷോ ആൻഡ് സ്പോട്ട്ലൈറ്റ് എന്ന് കാണാം. ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്യുക. ഇതൊക്കെ ഓഫ് ചെയ്താലും നമ്മുടെ സെറ്റിങ്സിൽ നമ്മുടെ ഫോണിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഐഫോൺ ടിപ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക.